കയ്യോടെ ഒരു കാര്യം അങ്ങ് പറയട്ടെ. ഒരു സ്ത്രീക്ക് ഭർത്താവില്ല എന്ന് കരുതി ഒരു സിംഗിൾ മദറായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഈ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് മണ്ടരായ കുറേ സൈക്കോ ആളുകളും നിയമക്കാരും CPM-ൻ്റെ കൂടെ നിന്ന് കളിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കണ്ണ് ഇല്ല, അതിനുള്ളൊരു മനസ്സുമില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പൈസ കണ്ടാൽ അവിടെ കമിഴ്ന്ന് വീഴുന്ന എൻ്റെ അമ്മയെപ്പോലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നോക്കാനോ കാണാനോ വയ്യെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡിങ്ങിലോ ഒന്നിലോ അല്ല ഞാൻ 3 വർഷത്തോളം കഴിയുന്നത്. എനിക്കുള്ളത് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞു പോകുന്നതാണ്. അറിയോ, നിങ്ങൾ എത്ര എന്നെ താഴ്ത്താൻ നോക്കിയാലും അതിലേറെ ആർജവും ഊർജ്ജത്തോടെ ഞാൻ ഉയർത്തെഴുന്നേക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യൂണിവേഴ്സിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. പ്രകൃതിപരമായിട്ട് നീങ്ങുന്ന ഒരാളാണ് ഞാൻ. പ്രകൃതി എന്നെ അറിയുന്ന ഒരാളാണ് ഞാൻ. അറിയോ, നിങ്ങൾക്കതിൻ്റെ ഒരു ABCD പുല്ലിച്ചിറ പള്ളിയിൽ പോയി കിടന്ന് മറിഞ്ഞെന്നും പറഞ്ഞ് നിങ്ങളെ കൂടെ നിൽക്കുന്ന കുറേ കരാറുകാരും കയറി നിന്ന് മറിഞ്ഞെന്ന് പറഞ്ഞ് ഒരു പുല്ലും ആവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ മാതാവ് ഇറങ്ങുന്നതിന് മുമ്പ് മാതാവ് നിനക്കൊക്കെ തെളിയിച്ച് തരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെയൊക്കെ വട്ട് കൊണ്ടുപോയി തനിയെ കൊണ്ടുപോയി കിടന്ന് നോക്ക്. അല്ലാതെ എൻ്റെ കൊച്ചിന് നിങ്ങളുടെ ഒരു സൂചി മുന എടുക്കാൻ ഇപ്പം ഞാൻ വരുന്നുണ്ടോ? അറിയാവോ? ഇല്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് നീങ്ങണം. അപ്പോൾ കഷ്ടപ്പെടുന്നവരെ തേടി ആൾക്കാർ വരും. നിൻ്റെ ഹൈടെക്കിൻ്റെ ബുദ്ധി, ഗൾഫിലെ ബുദ്ധിയും ഗൾഫിലെ പണവുമാണല്ലോ ഉള്ളത്. നമ്മളെയൊക്കെ തേടി ആൾക്കാർ അങ്ങ് ദൂരെ നിന്ന് വരും. ആ നാട് ഞാൻ പറയുന്നില്ല, വെളിയിൽ നിന്ന് വരും. നിൻ്റെയൊക്കെ കയ്യിൽ ആ പണമുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടെയൊക്കെ കയ്യിൽ ആ പണമുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, കാരണം ഞാൻ കമ്മിറ്റഡ് ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അപ്പോൾ എനിക്ക് സപ്പോർട്ടുണ്ട്, അറിയോ. അതുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് തേടി ആൾക്കാർ ഫാമിലി സഹിതം വരും. മനസ്സിലായോ? അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അങ്ങനെയാണ്. നീയൊക്കെ എത്ര അസൂയ. നിൻ്റെയൊക്കെ പണത്തിൽ കിടന്ന് ആടുന്നവരുണ്ടല്ലോ, ആ ആടുന്നവരുടെ ആട്ടം ഉടനെ തന്നെ നിൽക്കും. ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ എനിക്ക് ആദ്യം മുതലേ ഇതുള്ളതാണ്. ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കിടന്ന് കളിക്കുന്നത്. ഞാൻ വെറുതെ ഇരിക്കുകയല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിനായിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് എൻ്റെ മകൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ കിടന്ന് ഓടുന്നത് കൊണ്ട് ഞങ്ങൾക്കിങ്ങനെ സ്റ്റെബിലിറ്റി വരുത്താം എന്ന് കരുതി കല്യാണാലോചനയ്ക്കല്ല ഞാൻ നടന്നത്. ദൈവം എനിക്ക് ചേർന്നത് എന്താണോ ആ സമയത്ത് തരേണ്ടത് അത് ദൈവമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ കഷ്ടപ്പാടുകൾ ജോലിക്ക് വേണ്ടിയാലും എന്തിനായാലും ഞങ്ങൾക്ക് എങ്ങനെ സ്റ്റെബിലിറ്റി വരുത്താം എന്നുള്ളതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ക്യൂ ആയിരുന്നു എനിക്ക് വേണ്ടി ആൾക്കാർ. അറിയാവും, ക്യൂ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ക്യൂ ആയിരുന്നു എന്നെ കെട്ടാൻ വേണ്ടി ആൾക്കാർ. നീയൊക്കെ അതിനൊക്കെ പുളിക്കും. നിനക്കൊക്കെ അതിനുള്ള അന്തസ്സ് വേണം, അല്ലെങ്കിൽ മനസ്സ് വേണം. നല്ല മനസ്സായിരിക്കണം. അതൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ്? ഞാൻ ആരെയും വേദനിപ്പിച്ചുകൊണ്ടല്ല ഒരു മാരേജ് എനിക്ക് വന്നത്. മറ്റുള്ള മാരേജുകാരും എല്ലാവരും വന്നിരുന്നു, എല്ലാവരും നല്ലത് തന്നെയാണ്. എങ്കിലും എൻ്റെ യോജിക്കുന്നത് ദൈവം എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. അല്ലാതെ ആരെയും ഞാൻ ഇകഴ്ത്തിയിട്ടില്ല, ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. ആർക്കായാലും മുന്നോട്ട് വരാമായിരുന്നല്ലോ, അത് എന്തുകൊണ്ട് മുന്നോട്ട് വന്നില്ല? അപ്പോൾ മുന്നോട്ട് വന്ന് സ്റ്റെബിലിറ്റി നല്ല ഇതായിട്ട് എന്നെ മനസ്സിലാക്കി ഞാൻ യൂട്യൂബിൽ കിടന്ന് വായിട്ടലച്ച് എനിക്ക് അപേക്ഷ ചെയ്യുന്നു, ഞാൻ എന്നെ ഇട്ട് ടോർച്ചർ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്ന് മറ്റൊരു രാജ്യത്തിരുന്നൊരു കേട്ട ഒരു ഫാമിലിയാണ് എനിക്ക് ഒരു കൈത്താങ്ങ് ആകുന്നത്. മനസ്സിലായോ? അവർക്ക് എന്തുകൊണ്ട് അവർ 3 വർഷത്തോളം ചേസിങ് തന്നെയായിരുന്നു എന്നെ. എന്നിട്ട് അവരെന്നെ 2 വർഷം മുമ്പും പ്രപ്പോസ് ചെയ്തിരുന്നു. ഞാനത് നോ പറഞ്ഞു. എല്ലാത്തിനും ഞാൻ നോ ആണ് പറഞ്ഞത്. യെസ് എന്നെ കൊണ്ട് അവർ പറയിക്കുകയാണ്. അപ്പോൾ എനിക്ക് ദൈവം ഒരു വിധി തന്നിരിക്കുകയാണ്. അപ്പം 1 വർഷത്തേക്കൊന്ന് നിങ്ങൾ എൻ്റെ കഷ്ടപ്പാട്, ഞാനാണ് കഷ്ടപ്പെട്ടത് കേട്ടോ. ഒരിക്കലും ആ പുള്ളിയല്ല കഷ്ടപ്പെട്ടത്, ഞാനാണ് കഷ്ടപ്പെട്ടത്. ഈ അധ്വാനിച്ചത് മൊത്തം ഞാനാണ്. ഈ 1 വർഷം കൂടെ നിങ്ങൾക്ക് എന്നെ അത്ര സഹിക്കാൻ പറ്റുന്നില്ലെന്നുകൊണ്ട് ഞങ്ങൾ മാറുമല്ലേ. പിന്നെ ഈ നാട്ടിൽ നിൽക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനും മോനും ഈ നാട്ടിൽ നിൽക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചേക്ക്. ആരും ഈ പണം കണ്ടു വരുന്നവരാണ് ആൾക്കാർ. ആ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഇട്ട് മരണതുല്യം ഇട്ട് പെടുത്തിയ ആൾക്കാരെ അയാളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ച് നീക്കിയിരിക്കും. ഒരു ഇടപാടും വേണ്ട. ഞാൻ അങ്ങോട്ട് പറഞ്ഞ് കെട്ടേണ്ട അവസ്ഥയാണ്. എൻ്റെ വീട്ടുകാരുമായിട്ടോ അങ്ങനെയുള്ള എന്നെ ദൂഷിച്ച ആൾക്കാരായിട്ട് യാതൊരു തരത്തിലുള്ള ഇടപാടും നീ പറയണ്ട, എനിക്കറിയാം. മതിയല്ലോ. താങ്ക് യു വെരി മച്ച്.